ഹലോ, അപ്പോൾ നമ്മളിന്ന് ഈസി ആയിട്ടുള്ളൊരു കുക്കർ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഒരു ബിരിയാണി തിന്നാൻ കൊതി തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. എന്നാൽ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്. ഒന്ന് മാരിനേഷനായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം, ഉപ്പ് ആഡ് ചെയ്യാം ആവശ്യത്തിന്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 2 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരി നമുക്കൊന്ന് വറുത്ത് കോരാം. പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഏലക്ക, പിന്നെ വലിയ ജീരകം അതുകൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മൂത്ത മണം വരുമ്പോൾ സവാള ആഡ് ചെയ്യാം. ഇത് 3 മീഡിയം സവാള ഉണ്ട്, നീളത്തിലരിഞ്ഞതാണ്. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് വഴണ്ട് വരുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റും മല്ലിയില, പുതിന ചെറുതായി അരിഞ്ഞതും കരിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി മൂത്ത മണം വരുമ്പോൾ തക്കാളി ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഒരു 3 ചെറിയ തക്കാളി ഉണ്ട്. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേറെ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഒരു വിസിൽ വരുന്നവരെ കാത്തിരുന്നു. അത് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെയാണ്. അതിലേക്ക് ഞാൻ 2.5 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത്, അരിയിലേക്കും കൂടി ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 2 കപ്പ് കയമ അരി കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി കഴുകി വെച്ച അരിയായിരുന്നു. അതിനുശേഷം കുറച്ച് ക്യാരറ്റും മല്ലിയിലയും പുതിനയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ 2 വിസിൽ വരാനായിട്ട് കാത്തിരുന്നു. അപ്പോൾ നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വേവൊക്കെ പാകമാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അലങ്കരിക്കാനായിട്ട് നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി ആഡ് ചെയ്യാം. ദം ബിരിയാണിയുടെ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ബിരിയാണി തന്നെയാണിത്. കാരണം ചിക്കൻ്റെ ആ സ്റ്റോക്ക് ഒന്നും നമ്മൾ പുറത്ത് കളയുന്നില്ലല്ലോ. എല്ലാം ഇതിൽ കിടന്ന് വെന്തിട്ട് നല്ലൊരു ടേസ്റ്റ് ഇതിന് വരും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, ബൈ.